മാംഗല്യം തന്തുനാനേന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CKC ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ഹോസ്പിറ്റലിലായ വിവരം അഡ്വക്കേറ്റ് ലതാദേവി ഗൗതമിനെ വിളിച്ചു പറഞ്ഞ കാര്യം ഗൗതം നിധിയോട് പറയുന്നു. എത്രയും വേഗം CKCയെ ഹോസ്പിറ്റലിലിട്ട് തീർക്കണമെന്ന് ഗൗതം പറയുന്നു. എന്തൊക്കെയാണ് ഗൗതം ഈ പറയുന്നത്? CKCക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റുമായി സംസാരിക്കണം. നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ അയാളെ ജയിലിൽ നിന്നും പുറത്തിറക്കാതിരിക്കുക. അതാണ് നമ്മുടെ ആവശ്യം. നമുക്കുടനെ തന്നെ അഡ്വക്കേറ്റ് ലതാദേവിയുമായി ഈ വിഷയം സംസാരിക്കണം. പിന്നീട് നിധി CKC കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നിധി ജ്യോതിർമയിയെ കാണുന്നു. നിനക്കെന്താടി ഇവിടെ കാര്യമെന്ന് നിധിയോട് ജ്യോതിർമയി ചോദിക്കുന്നു. അത് കേട്ടതും നിധി ഹോസ്പിറ്റൽ ആകമാനമൊന്ന് നോക്കുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ ഇത്? മാഡം, ഈ ഹോസ്പിറ്റൽ വിലക്ക് വാങ്ങിയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയാൽ പിന്നെ CKCയോടൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് നിധി പറയുന്നു. ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് പൈസ കൊടുത്ത് ഡോക്ടറെ കൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാകും ഭർത്താവിനെ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് അഭിനയിപ്പിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത് അല്ലേ? നമുക്ക് നോക്കാം CKC ജാമ്യം കിട്ടി പുറത്തിറങ്ങുമോ എന്ന്. ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന ഒരാളോടാണോ നീ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നതെന്ന് ജ്യോതിർമയി നിധിയോട് ചോദിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഒരാൾക്ക് എൻ്റെ കൈകൊണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടി അയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെങ്കിൽ ശത്രുവായാൽ പോലും ഞാൻ അത് ചെയ്തു കൊടുക്കും. നിങ്ങളെപ്പോലെ കാപഢ്യവും ചതിയും കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞ് നിധി പോകുന്നു. നിധി ജാമ്യം തടയുമെന്നറിഞ്ഞ ജ്യോതിർമയി CKCയോട് കാര്യം പറയുന്നു. നിധി അഡ്വക്കേറ്റിനെ കൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് എൻ്റെ പരിശോധനയ്ക്കായി രൂപീകരിച്ചാൽ പിന്നീട് ഒരിക്കലും എനിക്ക് ജാമ്യം കിട്ടില്ല എന്ന് CKC പറയുന്നു. അതുകൊണ്ട് തറവേല വേണം നമ്മളിനി പുറത്തെടുക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഉപായം CKCയുടെ പക്കലുണ്ടോ എന്ന് ജ്യോതിർമയി ചോദിക്കുമ്പോൾ അയാൾ ജ്യോതിർമയിയോട് എന്തോ പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയും ചെയ്താൽ മതിയോ? അത് ഞാൻ ചെയ്തിരിക്കും. CKCക്ക് ജാമ്യം എന്തായാലും കിട്ടിയിരിക്കും. കേസിന്റെ ദിവസം കോടതിയിലേക്ക് പോകാനായി വരുന്ന ഗൗതമും നിധിയും എന്നത്തെയും പോലെ വസുന്ധരയെ കാണുന്നു. അയ്യോ, കോടതിയിൽ പോവുകയാണല്ലേ? ഇന്നും ഞാൻ തന്നെയാണല്ലോ അപശകുനമായി മുന്നിൽ വന്നത് എന്ന് വസുന്ധര പറയുന്നു. ഏട്ടത്തി കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്ക്. പിന്നെ ഇവിടത്തെ കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിച്ചാലും ഇന്ന് CKCക്ക് ജാമ്യം കിട്ടിയിരിക്കുമെന്ന് വസുന്ധര പറയുന്നു. CKCക്ക് ജാമ്യം കിട്ടാൻ നിനക്കെന്താണ് വസു ഇത്ര താല്പര്യമെന്ന് പാർവതിയമ്മ വസുന്ധരയോട് ചോദിക്കുമ്പോൾ CKCക്ക് ജാമ്യം കിട്ടാനല്ല, ഇവനും ഇവളും തോൽക്കുന്നത് കാണാൻ വേണ്ടിയാണെന്ന് വസുന്ധര പറയുന്നു. കോടതിയിലേക്ക് പോകുന്ന ഗൗതമും നിധിയും അഡ്വക്കേറ്റ് ലതാദേവിയെ വിളിക്കുന്നു. കേസ് എന്തായാലും നമ്മൾ ജയിക്കും. ഒരു കാരണവശാലും CKCക്ക് ജാമ്യം കിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് പറയുന്നു. ഞാൻ ഉടനെ കോടതിയിൽ എത്തുമെന്നും അവർ പറയുന്നു. അഡ്വക്കേറ്റ് ലതാദേവിയുടെ അസിസ്റ്റന്റ് ജ്യോതിർമയിയുടെ ഏജന്റാണ്. അവൾ അഡ്വക്കേറ്റിനെ ചതിക്കുന്നു. സാധാരണ പോകുന്ന ഓട്ടോക്കാരൻ വരില്ലെന്ന് പറയുന്നു. എന്നിട്ട് ജ്യോതിർമയി പറഞ്ഞു വിടുന്ന ഓട്ടോക്കാരൻ വരുന്നു. അഡ്വക്കേറ്റ് ലതാദേവി ആ ഓട്ടോയിൽ പോകുന്നു. വഴി തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഓട്ടോക്കാരനോട് ഓട്ടോ നിർത്താൻ അവർ പറയുന്നു. ഓട്ടോ നിർത്തിയിട്ട് ഓട്ടോ ഡ്രൈവർ അഡ്വക്കേറ്റ് ലതാദേവിയുടെ മുഖത്ത് സ്പ്രേ അടിച്ച് ബോധം കെടുത്തുന്നു. കോടതിയിലെത്തുന്ന ഗൗതമിനോട് അഡ്വക്കേറ്റ് ലതാദേവിയുടെ അസിസ്റ്റന്റ് പറയുന്നു അഡ്വക്കേറ്റ് കോടതിയിൽ വന്നില്ലെന്ന്. അതറിഞ്ഞ ഗൗതമും നിധിയും അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ ഓഫീസ് പൂട്ടിക്കിടക്കുന്നു. തിരിച്ച് ഗൗതമും നിധിയും കോടതിയിലെത്തിയപ്പോഴേക്കും കേസ് വിളിച്ചു കഴിഞ്ഞു. വാദിക്കാൻ അഡ്വക്കേറ്റ് ഇല്ലാതെ CKCക്ക് ജാമ്യം കൊടുത്തു എന്ന് പറയുന്നു. എത്ര പ്രാവശ്യം കോടതിയിൽ പല കാരണങ്ങൾ കൊണ്ട് കേസ് മാറ്റിവെക്കുന്നു. CKCയുടെ കേസ് മാത്രം മാറ്റിവെച്ചില്ല. തലയിൽ ആൾതാമസമില്ലാത്തവനാകും കഥ എഴുതുന്നത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ CKCയുടെ കയ്യിൽ കള്ളാധാരം രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവന്നു കൊടുക്കുന്നു വസുന്ധരയുടെ ഏജന്റായ മുരളി. ഗൗതം സൈൻ ചെയ്യാതെ എങ്ങനെയാണ് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്? ഇനി ഈ കഥ എഴുതിയ കഥാകൃത്ത് പുതിയ നിയമം നടപ്പിലാക്കിയോ എന്നറിയില്ല. വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.